1914 ആദ്യമായി ഈ രൂപത്തിൽ മാറ്റങ്ങൾ ദൃശ്യമായത്. ദേവാലയത്തിലെ ജോലികൾക്കായി എത്തിയ ഡോൺ ആന്റോണിയോ ലോപ്പസ് എന്ന സന്യാസി രൂപത്തിന്റെ കണ്ണുകൾ പതുക്കെ അടയുന്നതായും 5 മിനിറ്റോളം ആ നിലയിൽ തുടരുന്നതായും കണ്ട് ബോധരഹിതനായി വീണു. 1919 മാർച്ച് 30 ഒരു മിഷൻ പ്രസംഗത്തിനിടെയാണ് നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത്. പള്ളിയിലുണ്ടായിരുന്ന കുട്ടികൾ രൂപത്തിന്റെ കണ്ണുകൾ ചലിക്കുന്നത് കണ്ട് ബഹളം വയ്ക്കുകയും തുടർന്ന് മുതിർന്നവരും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്രൂശിത രൂപത്തിന്റെ കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതായും വശങ്ങളിലേക്ക് നോക്കുന്നതായും പലരും കണ്ടു. ക്രൂശിത രൂപത്തിന്റെ നെഞ്ചിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിയുന്നതായി കണ്ടതിനെ തുടർന്ന് പുരോഹിതർ ഏണിയിൽ കയറി പരിശോധിച്ചു. അവരുടെ വിരലുകൾ ദ്രാവകം കൊണ്ട് നനഞ്ഞതായി ജനക്കൂട്ടത്തിന് കാണിച്ചു കൊടുത്തു. കൂടാതെ മുൾക്കിരീടം തറച്ച ഭാഗങ്ങളിൽ നിന്ന് പുതിയ രക്തം വാർന്നൊലിക്കുന്നതായും ചിലർ കണ്ടു. വെറും കാഴ്ചഭ്രമമാണെന്ന് വിശ്വസിച്ചെത്തിയ പല ഡോക്ടർമാരും പിന്നീട് ഭയഭക്തിയോടെയാണ് മടങ്ങിയത്. യേശുവിന്റെ അന്ത്യനിമിഷങ്ങളിലെ മരണവെപ്രാളം ആ രൂപത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത് താൻ 2 മണിക്കൂറോളം നിരീക്ഷിച്ചതായി ഡോക്ടർ പൈനോ മരിയ രേഖപ്പെടുത്തി. ലിംപിയാസിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്ററുകളിൽ 8000-ലധികം സാക്ഷ്യപത്രങ്ങളാണുള്ളത്.